നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വന്തം. മാർക്കസ് റാഷ്ഫോർഡ് എങ്ങോട്ട്? അദ്ദേഹത്തിൻ്റെ ആരാധകർ ഉറ്റുനോക്കുകയാണ്. റൂബൻ അമോറിം വലിയ അവസരങ്ങളൊന്നും കൊടുക്കാതെ ഇങ്ങനെ ഒതുക്കി നിർത്തുകയാണല്ലോ. സോ താരം ഈ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വിട്ടുപോകും. എങ്ങോട്ടേക്ക് എന്നുള്ള ചോദ്യം ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഫബ്രീസിയോ റൊമാനോ ചില കാര്യങ്ങൾ അറിയിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്ന കോമോയുടെ കാര്യത്തിൽ എന്ന പോലെ AS മൊണോക്കോയുമായിട്ടും മാർക്കസ് റാഷ്ഫോർഡ് ഒരു തരത്തിലുള്ള ചർച്ചയും നടത്തിയില്ല, ഒരു നെഗോസിയേഷനും നടന്നിട്ടില്ല. കുറേ ലിങ്കുകൾ ഇങ്ങനെ കേൾക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതേസമയം ബാഴ്സലോണ, AC മിലാൻ, യുവൻറ്റസ്, ബൊറൂസിയ ഡോട്ട്മുണ്ട് ഈ ക്ലബ്ബുകളൊക്കെ റാഷ്ഫോർഡിൻ്റെ ക്യാമ്പുമായിട്ട് ഈ വീക്കിൽ മീറ്റിംഗ് നടത്തിയവരാണ്. മോർ ടു ഫോളോ നെക്സ്റ്റ് വീക്ക് എന്നാണ് ഇപ്പം അദ്ദേഹം പറയുന്നത്. എന്തായാലും അത് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ് ആരായിരിക്കും, ഏത് ടീമായിരിക്കും കൊണ്ടുപോവുക എന്ന്. എന്നാൽ ഇപ്പോൾ സ്ലാറ്റൻ ഇബ്രാഹിമോവിച്ച് തൻ്റെ സൈലൻസ് വെടിഞ്ഞിരിക്കുകയാണ്. AC മിലാൻ്റെ ഭാഗത്ത് നിന്ന് അദ്ദേഹത്തിൻ്റെ ഒരു പ്രതികരണം വരികയാണ്. ഈ കാര്യത്തിൽ അദ്ദേഹം പറയുന്നു, എനിക്ക് നന്നായിട്ടറിയാം റാഷ്ഫോർഡിനെ. അവൻ യങ്ങായിരുന്ന ഘട്ടത്തിൽ അവനോടൊപ്പം ഞാൻ കളിച്ചിട്ടുണ്ട്. ഇപ്പോൾ അവനൊരു അഡൽട്ടായിട്ട് മാറിയിട്ടുണ്ട്. ഗ്രേറ്റ് പ്ലെയറായിട്ട് അവൻ മാറിയിട്ടുണ്ട്. ഗ്രേറ്റ് തിങ്സ് അവൻ യുണൈറ്റഡിനോടൊപ്പം ചെയ്തിട്ടുണ്ട്. നിലവിൽ അവൻ്റെ ക്ലബ്ബ് യുണൈറ്റഡ് ആണ്. എങ്ങനെ അവനെ കൺവിൻസ് ചെയ്യാൻ പറ്റും? അതാണ് ഞാൻ ചിന്തിക്കുന്നത്. മിലാൻ ലോകത്തെ മികച്ച ക്ലബ്ബുകളിൽ ഒന്നാണ്. എല്ലാവർക്കും ഇവിടെ വന്ന് കളിക്കണമെന്ന ആഗ്രഹമുണ്ടാകും. എന്തായാലും ഇതൊരു ഡിഫിക്കൽട്ട് ഓപ്പറേഷനാണ്. വി വിൽ സീ ഇഫ് വി ക്യാൻ ടോക്ക് ടു ഹിം. അവനോട് സംസാരിക്കാൻ പറ്റുമോ എന്ന് നമുക്ക് നോക്കാം എന്നാണ് സ്ലാറ്റൻ പറയുന്നത്. ഒടുവിൽ മിലാനിലേക്ക് അദ്ദേഹം പറക്കുമോ? കാത്തിരിക്കാം. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.